യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആവേ മരിയ. എൻ്റെ പേര് ജിത ഷൈജു. ഞാൻ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ആത്യാത്ത് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 മാർച്ച് 20 അതിനു മുൻപേ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർസിലൂടെ കൃപാസന അമ്മയുമായിട്ട് എനിക്കൊരു കണക്ഷനുണ്ട്. ഞാനൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് 9 വർഷങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അതും അമ്മ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നല്ലൊരു ഭവനം, ഒരു ഫ്ലാറ്റാണ് അത് നൽകി അനുഗ്രഹിച്ചിരുന്നു. പിന്നെ ഈ 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു വലിയ നിയോഗമായിരുന്നു. ഞങ്ങൾക്ക് ഒരു 8 ലക്ഷത്തിൻ്റെ ഒരു കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ KSFയിൽ ഒരു ചിട്ടി, ഒരു കുറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈട് വയ്ക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തിൻ്റെ ഒരു ആധാരമാണ് ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഒരു വലിയ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എടുത്തു കൊടുക്കാൻ പറ്റുവാനായിട്ട്. അപ്പോൾ അത് എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മ എനിക്കത് സാധിച്ചു തന്നു. അത് സാധിച്ചു തന്നെന്ന് പറഞ്ഞാൽ അത് ആ KSFയിൽ ഞങ്ങൾക്കൊരു സേവിങ്സും കൂടെ ഫിക്സഡ് ഇടുന്ന രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് അമ്മ ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ സാക്ഷ്യം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാനിത് സാക്ഷ്യം എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, സാക്ഷ്യം വന്ന് പറയണം. വേറെ സാക്ഷ്യങ്ങളെന്ന് വെച്ചാൽ വേറെയും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ എൻ്റെ മോന് അഡിനോയിഡിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് മാതാവ് സൗഖ്യപ്പെടുത്തി. ബിസിനസ്സിന് മാതാവിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ന് ഞാൻ ഉടമ്പടിയിൽ ഞങ്ങളുടെ ബിസിനസ്സിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അന്ന് തുടങ്ങി ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടേ ഉള്ളൂ. ഒരിക്കലും ഒരു താഴ്ചയിലേക്ക് അത് പോയിട്ടില്ല. അപ്പം പിന്നെ ഒരു പ്രധാന സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പൂജ ഹോളിഡേയ്സിന് ഒരു 3-4 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയ സമയത്ത് ഞാൻ ഹസ്ബൻഡും മോനും കൂടെ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോയി. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി കളമശ്ശേരി, കൊടൈക്കനാൽ തുടങ്ങി കളമശ്ശേരി വരെ, എൻ്റെ മോന് 7 വയസ്സായിരുന്നു. അവൻ എൻ്റെ മടിയിലായിരുന്നിരുന്നത്, ഫ്രണ്ട് സീറ്റിൽ. അവിടം വരെ വന്നു. അപ്പം എപ്പോഴും എവിടെ പോയാലും എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വയ്ക്കുമായിരുന്നു. കളമശ്ശേരി എത്തിയപ്പോഴത്തേക്ക് ഞാൻ മോനോട് പറഞ്ഞു, ഇത്രയും നേരമായിട്ട് മടിയിലിരിക്കണം, നമ്മുടെ കാല് വേദന എടുക്കുന്നതിന് ബാക്ക് സീറ്റിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ബാക്കിലേക്ക് വിട്ടു. അപ്പോൾ അവനൊരു ചെറിയ സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇത്രയും ട്രാവൽ ചെയ്യുന്നിടയ്ക്ക് വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് ഊരി മോൻ്റെ ടീഷർട്ടിൽ പിൻ ചെയ്ത് കൊടുത്തു. അത് ലോക്കറ്റ് കൈമാറ്റം ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ അടുത്തുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാനത് പിൻ ചെയ്ത് കൊടുത്തു. അവൻ ബാക്ക് സീറ്റിലേക്ക് പോയി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല, ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് പിടിച്ചാണ്. വലിയൊരു ശബ്ദവും കേട്ടു, ബാക്കിലും എന്തോ ഒരു ഇടി കേട്ടു. അപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാൻ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ പോയി ഞാൻ ഇവിടെ ഫേസ് പോയി ഇടിച്ചു. പിന്നെ ബ്ലഡ് ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ബാക്കിലെന്തോ ശക്തമായിട്ട് ഇടിച്ചിട്ടുണ്ട് ഏതൊരു വണ്ടി. അപ്പോൾ ഞാൻ കൊച്ചിന് 9 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ കുഞ്ഞ്. അപ്പോൾ ഞാൻ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവന് ഒരു കുഴപ്പമില്ല, ഹസ്ബൻഡിനും പ്രശ്നമില്ല. എൻ്റെ മൂക്കിൽ നിന്ന് ചെറിയ ബ്ലഡ് വരുന്നുണ്ട്. അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി നോക്കുമ്പോൾ വണ്ടി കംപ്ലീറ്റ് ബാക്കും ഫ്രണ്ടും ഒക്കെ പോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം CT സ്കാനൊക്കെ എടുത്തപ്പോൾ നേസൽ ബോണിന് ചെറിയൊരു സ്ഥാനമാറ്റത്തിരി അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കൊച്ചിനും ഹസ്ബൻഡിനും യാതൊരു കുഴപ്പമില്ല. വണ്ടി പോയാലും ഞങ്ങൾക്കത് വിഷയമല്ല. നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു, അവൻ എൻ്റെ മടിയിലായിരുന്നെങ്കിൽ, ആ സമയത്ത് എൻ്റെ മടിയിലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ ചെസ്റ്റ് പോയി ഡാഷ്ബോർഡിൽ പോയി ഇടിക്കും. അങ്ങനെ എൻ്റെ നെയ്ബറിൻ്റെ ഒരു കസിൻ്റെ കുട്ടി അങ്ങനെ മരണപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അത് അല്ലെങ്കിൽ അവൻ തല ചെന്ന് ഗ്ലാസ്സിലിടിച്ച് പുറത്തേക്ക് അത്ര ഫോഴ്സിലായിരുന്നു ഇടിച്ചത്. അപ്പോൾ അത് വലിയൊരു സംരക്ഷണമായിരുന്നു മാതാവിൻ്റെ. അപ്പം അന്ന് രാത്രി കാറിൻ്റെ ഡിക്കിയൊക്കെ ജാമായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 23 രാത്രി വലിയൊരു മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമുള്ളൊരു മഴ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഡിക്കിയിലേക്ക് നിറച്ച് വെള്ളം, ഡിക്കി നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മുടെ കാറിലല്ല, വേറെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പം നമ്മുടെ കാർ അവിടെ ഇട്ടിട്ട് വേറെ വണ്ടിയിലെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഡിക്കിയിലൊക്കെ വെള്ളമായിട്ടുണ്ടാവും, ലാപ്ടോപ്പ് അതിലാണ്, അപ്പം ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അതാ ഫുള്ള് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് വെള്ളം ലാപ്ടോപ്പിനൊന്ന്, ഡ്രസ്സും കാര്യങ്ങളും ബാക്കി എന്ത് പോയാലും കുഴപ്പമില്ല, ലാപ്ടോപ്പിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവർ പിന്നെ തിരിച്ച് ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് റോഡിലും ഒക്കെ വെള്ളം നിറഞ്ഞു. പക്ഷേ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ വലിയൊരു ഗ്യാപ്പാണ്, അതിനുള്ളിൽ ഒരു തരി വെള്ളം പോലും ഇല്ല.
അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു വെള്ളം പോലും ഡിക്കിയിൽ വീണിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ ഒരു സംരക്ഷണമാണ്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരോടും ഞാൻ പറഞ്ഞു മാതാവ് പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു, ഞങ്ങളെ കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്ക് ഇവിടെ വന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇവിടെ വരും. അപ്പം ഞാനത് സാക്ഷി ചെയ്ത് കൊടുത്തപ്പോൾ സിസ്റ്റർ പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഒരു ദിവസം ഇവിടെ വരണമെന്ന് പറഞ്ഞു. എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കലിനാണ് സിസ്റ്റർ പറഞ്ഞു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് 5ാമത്തെ പുതുക്കലിന് വന്നു. അല്ലാണ്ട് എല്ലാ മാസവും പത്രം വാങ്ങിക്കാൻ വരും. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് മടി. അപ്പം ഞാൻ ഓർക്കും എൻ്റെ ഉടമ്പടിയിൽ ഇനി 2 നിയോഗങ്ങൾ സഹായിക്കാനുണ്ട്, അതും കൂടെ സാധിച്ചിട്ട് പറഞ്ഞാൽ പോരെ, ഒരുമിച്ച് പറഞ്ഞാൽ പോരെ, ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി പോയിട്ട് എനിക്ക് ഒരു ഉടമ്പടിയിൽ എനിക്കൊരു പൂർണ്ണത തോന്നുന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലൊരു കുറ്റബോധമാണ്. ഞാൻ സാക്ഷ്യം പറയാൻ ശ്രമിക്കുന്ന പോലും ഇല്ല. ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ഒന്നും ചോദിക്കണില്ല. അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ ഈ സംരക്ഷണം എനിക്ക് എത്ര പറഞ്ഞാലും മാതാവിന് നന്ദി വരത്തില്ല. അപ്പം മതിയാവത്തില്ല നന്ദി പറഞ്ഞാലും. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഉടമ്പടി 5ാമത്തെ ഉടമ്പടി നാളെ തീരും. ഇനി എനിക്ക് ഉടമ്പടി പുതുക്കണമെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാതെ ഉടമ്പടി എടുത്താൽ അതിലൊരു പൂർണ്ണത ഉണ്ടാവില്ല. ഈ 5ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അല്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ നടക്കുമെങ്കിലും പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര, അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി തീരാൻ സമയമായി, ഈ 12-ാം തീയതി തീരും. ഇനി എനിക്ക് ഉടമ്പടി പുതുക്കണമെങ്കിൽ ഞാൻ സാക്ഷ്യം പറയണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും അടയാളം ചോദിക്കും. അപ്പം ഞാനും ചോദിക്കും എനിക്കൊരു അടയാളം തരണം. ഞാൻ സാക്ഷ്യം, കാരണം എല്ലാവരും വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ചെറിയ സാക്ഷ്യം അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അത് പറയാവോ, ഇവിടെ വന്ന് പറയണോ, അങ്ങനെയൊക്കെയുള്ള ചിന്ത ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതിയോ, ഞാൻ സാക്ഷ്യം പറയണമെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം തന്നോ എന്ന് പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കാറെടുത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഇറങ്ങി. തൊട്ട് മുമ്പിൽ ജംഗ്ഷൻ, മെയിൻ റോഡൊന്നുമല്ല, 4 കുണ്ണ ഒരു ജംഗ്ഷനിൽ ഞാൻ വളരെ സ്ലോയിലാണ് പോയത്. ഒരു സ്പീഡിലൊരു ബൈക്കുകാരൻ വന്ന് സൈഡിൽ വന്ന് ഇടിച്ചു. പക്ഷേ ആ സമയത്ത് ഞാനൊന്ന് പേടിച്ചെങ്കിലും ആ പയ്യനും വിരലിന് ചെറിയൊരു പൊട്ടൽ, അവന് ബ്രേക്ക് കിട്ടിയില്ല. വേറെ കുഴപ്പങ്ങളും, കാറിനും ചെറിയൊരു ചെളുക്ക്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അതങ്ങനെ വിട്ടു. പക്ഷെ രാത്രി ഞാൻ പ്രാർത്ഥിക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാൻ മാതാവിനോട് ചോദിച്ച അടയാളമാണ് അങ്ങനത്തെ ഒരു ചിന്ത വന്നു. അപ്പം ഞാൻ വെച്ചു ദൈവം ഇതാണ് അടയാളം. അപ്പം ഞാനിനി സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് ഞാൻ പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് സാക്ഷ്യം മാതാവ് തന്ന അടയാളം ഇതാണോ എന്ന് എനിക്കറിയത്തില്ല, പിന്നെ എനിക്കൊരു സംശയം, സാക്ഷ്യം പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വചനത്തിലൂടെ എനിക്കൊന്ന് സാക്ഷ്യം പറയണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വചനം എനിക്ക് തരാമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, ഞാൻ പരിശുദ്ധാത്മാവിനോടുമൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായമാണ് കിട്ടിയത്. അതിൽ 10-ാമത്തെ വാക്യത്തിൽ മനം നിറഞ്ഞു കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ എന്നൊരു വാക്യമുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ സാക്ഷ്യം പറയണം. കാരണം എനിക്കിനി കിട്ടാനുള്ള നിയോഗങ്ങൾ എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള നിയോഗങ്ങളുണ്ട്, എന്നാലും ഞാൻ ആത്മീയമായ നിയോഗങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേ മതിയാവും. എന്തായാലും ഇവിടെ വന്ന് പറഞ്ഞു നോക്കാം, മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പറയിപ്പിക്കട്ടെ. ചില സാക്ഷ്യങ്ങൾ പറയിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചില മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയിപ്പിക്കും, ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പം ഈ മാതാവ് തന്ന ഒരു അനുഗ്രഹത്തിനും ഈ ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു ധൈര്യമില്ല. എനിക്ക് ഒരു ഇതുപോലെയായിരുന്നു. കാരണം ചെറിയ സാക്ഷ്യമാണ്, അത് പറയണോ എന്നിങ്ങനെ ഉള്ളിൽ കിടക്കുമായിരുന്നു. അപ്പോൾ അത് മാറ്റി എന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും, അല്ലാണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. പറഞ്ഞാലും എന്താ മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് ഏതെങ്കിലും രീതിയിൽ മാതാവ് എനിക്കത് സാധിച്ചു തരികയും വെളിപ്പെടുത്തി തരികയും ഒരു ഉത്തരം തരികയൊക്കെ ചെയ്യാറുണ്ട്. അത് പറഞ്ഞാലും ഒന്നും തീരത്തില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ മാതാവ് ശരിക്കും ഞങ്ങളെ തിരഞ്ഞെടുത്തൊരു രീതി ഉണ്ടായിരുന്നു. ഞാനന്ന് ആക്സിഡൻറ്റ് നടന്നെന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ പോയ സമയത്ത് ഞങ്ങൾ അവിടെ കണ്ട സമയത്ത് ഞാൻ ഹസ്ബൻഡും മോനും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഏതൊരു സ്ഥലത്ത് നിർത്തി വണ്ടി, അന്നൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു പള്ളി, ഒത്തിരി മേലേക്കുള്ളൊരു പള്ളി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ചത് എന്താ പള്ളിയിൽ രാവിലെ പോയപ്പോൾ ഞങ്ങളൊരു പള്ളിയിൽ കയറിയതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അങ്ങനെ അനാവശ്യമായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ ഓവറായിട്ട് പള്ളിയിൽ പോയി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ പള്ളിയിൽ നിർത്തി, രാവിലെ പള്ളിയിൽ പോയതല്ലോ. അപ്പോൾ ഇതിലെ കൂടെ പോയപ്പോൾ ഈ പള്ളി കണ്ടപ്പോൾ എനിക്ക് കയറാൻ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് ചെന്നപ്പോൾ ഒരു സിസ്റ്റർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതൊരു മിണ്ടാമ്പടമാണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ മലയാളി സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു.
അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സിസ്റ്ററുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സിസ്റ്റർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിൽ പോണവരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സിസ്റ്റർ പോകുന്നതുണ്ട്, പത്രം ഉണ്ടോ കയ്യിലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിലൊന്നും ഇരിപ്പില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററിന് പത്രം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കിട്ടിയാൽ ഇവിടെ ഒരുപാട് പേര് പത്രം ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷേ കിട്ടാൻ യാതൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ചെന്നിട്ട് മേടിച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ പറഞ്ഞു, എല്ലാ മാസവും ഞങ്ങൾ വാങ്ങി അയച്ചു തരാം സിസ്റ്ററെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നോടെ കഴിഞ്ഞ ഒക്ടോബറിലാണ്, കഴിഞ്ഞ നവംബർ തുടങ്ങി ഈ കഴിഞ്ഞ മാസം വരെ എല്ലാ മാസവും തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവുമാണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ 4-5 കെട്ട് വാങ്ങി അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതുകൂടാതെ എൻ്റെ ഉള്ള പത്രങ്ങളും ഞങ്ങൾ അത് കൊടുക്കാറുണ്ട്. അത് കൊടുക്കുമ്പോൾ ഞാൻ കൃപാസനത്തിന് അറിയുന്നവരാണോ എന്ന് ചിലർ നമ്മളെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ട്, എന്നാലും തന്നേക്കൂ എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറില്ല. അത് ഒരാൾക്ക് കൂടെ മാതാവിന് അറിയാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്തുന്നതല്ല. അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് കൊടുക്കത്തില്ല. അല്ലാത്ത എല്ലാവരോടും കൃപാസനത്തിനെ കുറിച്ച് ചോദിച്ച് അറിയാമോ, അനുഗ്രഹങ്ങൾ അറിയാവോ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ആ സിസ്റ്ററിന് അയച്ചു കൊടുക്കുക, അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം അവിടെ ഒരുപാട് പേര് ഈ കൃപാസന പത്രം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് മാതാവ് തിരഞ്ഞെടുത്തത് ഞങ്ങളെയാണല്ലോ. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത് മുടക്കമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ രോഗി സന്ദർശനം അത് ഒരു കാരണവശാലും നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവർ ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കുകയോ ചെയ്യണത്. എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര സൂപ്രണ്ടിനെ കാണണം, അവിടെ അങ്ങനെ ക്യൂ നിന്ന് പക്ഷേ കാണാൻ സമ്മതിക്കില്ല. അത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴത്തെ റോഡിൽ ഗ്രൗണ്ടിൽ ഒരു ഡിമെൻഷ്യ പേഷ്യൻസിൻ്റെ ഡേ കെയർ ഉണ്ടെന്ന്. ഡിമെൻഷ്യ അത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ അങ്ങനത്തെ ഒരു രോഗികളെ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്ന് അവരോട് ചോദിച്ചു, ഞാനിവിടെ ആഴ്ചയിൽ ഒരു 3 ദിവസം വന്നോട്ടെ എന്ന് അവിടുത്തെ മാഡത്തിനോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു, അതിനെന്താ സന്തോഷമുള്ള കാര്യമാണ്, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഡിമെൻഷ്യ സെൻറ്ററിൽ പേഷ്യൻസ് എന്ന് വെച്ചാൽ അവർക്ക് അവരാരാന്ന് പോലും ഉമിനീര് പോലും ഇറക്കാൻ മറന്നു പോകുന്ന പേഷ്യൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ കൂടെ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അവരുടെ ആക്ടിവിറ്റികൾ, അവരുടെ മെമ്മറി കുറയുന്നത്, കുറച്ച് ദൈർഘ്യം കുറയ്ക്കാൻ പറ്റിയ ആക്ടിവിറ്റികളുണ്ട്, അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ ഭക്ഷണം വഴിയോരോരുത്തർ ഭക്ഷണം കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ഹസ്ബൻഡിനോട് പറയുമ്പോൾ പറഞ്ഞാൽ ചെയ്ത് തരും, എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും. പക്ഷെ എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ട്. ഹസ്ബൻഡിൻ്റെ മനസ്സിലൊന്ന് തോന്നിപ്പിക്കാവോ, ഈ ഭക്ഷണം മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാമെന്ന് തോന്നിപ്പിച്ചാൽ അത് എൻ്റെ കാരുണ്യ പ്രവൃത്തിയായിട്ട് നീ ഒന്ന് കാണണം, അത് അങ്ങനെയൊന്നൊരു തോന്നൽ എൻ്റെ ഹസ്ബൻഡിന് വരുത്താവോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനത് വെറുതെ മാതാവിനോട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്കിനി എല്ലാ മാസവും ഒരു ദിവസം പുറത്ത് ഭക്ഷണം കൊടുക്കാമെന്ന്. അപ്പം ഞാൻ വെച്ച്, ദൈവമേ, ഞാനിത് മാതാവിനോട് പറഞ്ഞ കാര്യമാണല്ലോ, പിന്നെ അത് വെറുതെ പറഞ്ഞതായിരിക്കും, സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടാവില്ല, അപ്പോഴത്തെ അവരിതിൽ പറഞ്ഞായിരിക്കും വിചാരിച്ചു. പക്ഷെ ഞാനൊരു ദിവസം നോക്കുമ്പോൾ ബൾക്കായിട്ട് ഈ ഫുഡ് കൊടുക്കാനുള്ള ബോക്സ് എല്ലാം വാങ്ങി വന്ന് കൊണ്ടുവച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സീരിയസ് ആയിട്ടാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം തുടങ്ങി ഞങ്ങൾ, കഴിഞ്ഞ വർഷം ഓണത്തിന് ആദ്യം കൊടുത്തു തുടങ്ങി. ആദ്യം ഒരു 25-23 പേർക്കായിരുന്നു ഞങ്ങൾ ആദ്യം കൊടുത്തത് ഫുഡ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ വലിയ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് കൊണ്ടുവന്ന് വലിയ പാചകക്കാർ ചെയ്യണം. നമ്മളൊരു ഫ്ലാറ്റിലിട്ട് ചെയ്യണതിന് പരിമിതികളുണ്ട്, നമുക്ക് വീട്ടിലുള്ള പോലെ പുറത്തേക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും നമ്മൾ സാധാരണ കൊടുക്കണ പോലെ കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നമുക്ക് അധികം കൊടുക്കണമെന്ന് പറഞ്ഞിപ്പം മാസത്തിലെല്ലാ അവസാന ഞായറാഴ്ചയും ഞങ്ങളൊരു 55-60 പേർക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വഴിയിൽ കാണുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോഴും ഞാനതിൽ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ, ഓരോ മാതാവിൻ്റെ സംരക്ഷണം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സംരക്ഷണം. കാരണം ഓരോ ഉടമ്പടി തീരുമ്പോഴും എനിക്ക് പേടിയാണ്, ഇനി അടുത്ത ഉടമ്പടി അപ്പം തന്നെ പുതുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരാഴ്ച 2 ആഴ്ച ഡിലേ വന്നാൽ ഞാൻ അപ്പം തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടും. കാരണം എനിക്ക് എപ്പോഴും മാതാവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. അത് മാതാവിൻ്റെ സംരക്ഷണം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സംരക്ഷണമാണ്. ഒരു ധൈര്യം, ഉടമ്പടിയുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ അതും വല്ലാത്തൊരു ധൈര്യമാണ്. അപ്പം ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പച്ചനും 1000 നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ജിത എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മരിയൻ കവനൻറ്റിൽ ഹ്യൂമൻ ഇൻവൊക്കേഷൻ മരിയൻ ഇൻ്റർസെഷനായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അഭ്യർത്ഥന ത്രിയേക ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ അത് മധ്യസ്ഥമാക്കി മാറ്റുന്ന ഒരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം
യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ദൈവതിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഉടമ്പടിയുടെ ആധാരവും അവൻ പറയുന്നത് പോലെ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 2:5 അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അഭ്യർത്ഥനകൾ പരിശുദ്ധ അമ്മ മധ്യസ്ഥമാക്കി ത്രിയേക ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളത്. ഈ സഹോദരി ഉടമ്പടി ജീവിത സാക്ഷ്യം പറയുമ്പോൾ ഒരു കുടുംബം പൂർണ്ണമായിട്ട് കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും സ്നേഹം പകർന്നുകൊണ്ട് ഒരുപോലെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത് തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടിയുടെ സംരക്ഷണ വലയം ത്രിയേക ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇവർക്ക് നൽകുന്നതായിട്ട് നമുക്ക് ഈ സാക്ഷ്യത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കും. ഓരോ അവസ്ഥയിലും എങ്ങനെയാണ് ദൈവികമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ കുടുംബത്തിൻ്റെ ഓരോരോ അപകട സാധ്യതകളിലും ആവശ്യത്തിൻ്റെ മേഖലകളിലും ഉടമ്പടിയുടെ സംരക്ഷണം ഇവരുടെ കുടുംബത്തിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉടമ്പടി ആരൊക്കെ സീരിയസ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ എടുക്കുന്നുണ്ടോ, ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ വലിയ സംരക്ഷണവും മധ്യസ്ഥവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥവും സംരക്ഷണവും ലഭിക്കുവാനായിട്ട് ത്രിയേക ദൈവസന്നിധിയിൽ ഇവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.